ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകാം കേട്ടോ. അമ്പലത്തിൽ വേറെ ദൂരം അമ്പലത്തിലൊന്നുമല്ല, നമ്മളെ പൂക്കുന്നത്ത് അമ്പലത്തിലേക്ക് തന്നെ കേട്ടോ പോകുന്നത്. അപ്പം ഇന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ എന്നും നമ്മളിങ്ങനെ ഓരോരോ കാരണം പറഞ്ഞ് വീട്ടിലേക്ക് പോകുമല്ലോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയുള്ളൊരു കാരണമല്ല, ഇന്ന് ശരിക്കും ഒരു കാരണമുണ്ട്. അപ്പം നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതു. നമസ്കരിക്കേ ചുറ്റു, ഇതേ ഏട്ടനാക്കുന്ന പോലെ നമസ്കരിക്കേ, തൊട്ട് തലേ വെക്കും, നമസ്കരിക്കേ. തമ്പാച്ചി അങ്ങോട്ട് നോക്കിയിട്ട് ആക്ക്. ഞാൻ അമ്പലത്തിൻ്റെ ഉൾഭാഗം അങ്ങനെ കാണിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞാൻ ഇന്ന് മുഴുവനായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ഇവിടെ ഒരു സൈഡിലായിട്ടൊരു മണ്ഡപമുണ്ട്. പിന്നെ നമ്മൾ പ്രദക്ഷിണം വെക്കാമെന്ന് വിചാരിച്ചിട്ട് പ്രദക്ഷിണം വെച്ചു കേട്ടോ. അമ്പൂൻ്റെ കൈമേ ഫോൺ ഉണ്ടായിരുന്നു, അപ്പോൾ ഫോണും പിടിച്ച് അവിടെ തന്നെ അങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ അവനെയും കൂട്ടി പ്രദക്ഷിണം വെച്ച് കുറി പ്രസാദം വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ പുറത്തിറങ്ങി. ഇവിടെ പ്രതിഷ്ഠ വരുന്നത് ശാസ്താവും ഭഗവതിയാട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പം നേരെ പോളിയോ എടുക്കുന്ന ദിവസമാണ്, പോളിയോ കൊടുക്കുന്ന ദിവസമാട്ടോ ഇന്ന്. അപ്പോൾ അന്നത്തെ വീഡിയോ ആണ് എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോഴേ ഇടാൻ സമയം കിട്ടിയത്. അപ്പോൾ പോളിയോ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പൊയിനാച്ചി പോയിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട്, ഇത് പൊയിനാച്ചി ടൗൺ ആട്ടോ. അപ്പോൾ പിന്നെ നേരെ വീട്ടിൽ പോയി. വീട്ടിലെത്തിയപ്പോൾ നമ്മൾ വീട്ടിൽ പോകുന്നത് ഇതിനാണല്ലോ. അവന് വീട്ടിലെത്തിയപ്പോൾ ഗ്രീൻ പീസ് മസാല ഉണ്ടായിരുന്നു, പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ ഉഴുന്നുകൂട്ടി ദോശ ഉണ്ടായിരുന്നു. പിന്നെ ഇത് മറ്റേ നമ്മളെ നീർദോശ ഉണ്ടല്ലോ, പച്ചരി മാത്രം വെച്ചിട്ടില്ല. അപ്പോൾ ഗിരീഷേട്ടന് ഉഴുന്നുകൂട്ടി ദോശ അങ്ങനെ കഴിക്കില്ല. പിന്നെ ദോശ ഇടൽ എപ്പോഴും വീട്ടിലുണ്ടാവും, കാരണം അച്ഛന് നിർബന്ധമല്ലേ ദോശ ഇടൽ. പിന്നെ നമ്മളത് കഴിച്ച് വളർന്നു വന്നതുകൊണ്ട് അത് തന്നെ ഭയങ്കര ഇഷ്ടം. പിന്നെ ഈ മറ്റേ ദോശനേക്കാളും നമുക്ക് ഉഴുന്നുകൂട്ടി ദോശ ഇഷ്ടം. അങ്ങനെ ചായയൊക്കെ കുടിച്ചു, പാത്രമൊക്കെ കഴുകി വെച്ചു. അമ്മ കഴുകി വെക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആകെ നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ റെസ്റ്റ് കിട്ടുന്നത്. എന്നാലും ഞാൻ കഴുകി കൊടുക്കലുണ്ട് കേട്ടോ, നിന്നേക്ക് എന്തോ മടിയായി. അപ്പം അപ്പുറത്ത് നാരായണിയമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മീഷോന്നൊരു ധാവണി സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം ഞാൻ മീഷോന്ന് തന്നെ അധികം സാധനങ്ങൾ വാങ്ങിക്കലുള്ളത്. ഞാൻ എടുത്ത പ്രൊഡക്റ്റിനൊന്നും മോശം പറയാനില്ല, എല്ലാം നല്ല തന്നെയായിരുന്നു. പിന്നെ ക്വാളിറ്റി കുറവോ അങ്ങനെ നല്ല തുണികൾ തന്നെയാണ് കിട്ടിക്കൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെടുക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നല്ലതായിരിക്കുമെന്ന്. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു, നല്ല മെറ്റീരിയലായിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ ഇത് അമ്മ പാവാട അടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് പാവാട അടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണി ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു പിന്നെ എന്തോ ബിരിയാണി ഫെസ്റ്റാമറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ബിരിയാണി ഈശോയുടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 3 എണ്ണം. അങ്ങനെ ബിരിയാണി അയച്ചു. അപ്പോൾ എനിക്ക് അത്ര പിന്നെ കഴിച്ചിട്ട് വലിയ തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചോറും കൂടി എടുത്ത് വെച്ചു. പിന്നെ അങ്ങനെ നമ്മൾ അടുത്തുള്ള സുലുവട്ടിയുടെ വീട്ടിലേക്ക് പാവാട അടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അവിടെ മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല അതെയാ, എന്നാലും എൻ്റെ എളുപ്പം മുക്കി എടുക്കേണ്ട വെള്ളം അറിയേയില്ല. നല്ല ക്ലീൻ ഉണ്ട് അടുക്കള. ആ പ്രശ്നമില്ല, വീഡിയോ എടുത്താലേ. ഇവിടെ പിന്നെ കുറേ ചെടികളുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിൽ നല്ല തണലാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടി, നല്ല തണുപ്പുമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മേലെ തോന്നുന്നു മെഷീൻ ഉള്ളത്. അപ്പോൾ നമ്മൾ മേളിലേക്ക് പോകാം കേട്ടോ. പിന്നെ അങ്ങനെ മേളിലെത്തി. അപ്പോൾ ഇത് എന്താ സൂപ്പർ ഫാസ്റ്റ് മെഷീനാണ്. എന്ത് മെഷീൻ? അപ്പോൾ എന്തോ ഒരു പേര് പറഞ്ഞോ, അതെന്തെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ സ്പീഡ് മെഷീനോ അങ്ങനെ എന്തോ, ഭയങ്കര സ്പീഡായിരുന്നു തോന്നുന്നു അടിക്കുന്നതിന്. എന്നിട്ട് പിന്നെ നമ്മൾ തുടങ്ങി പരിപാടി. അമ്മ മുൻപ് അടിക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ പണ്ട്. അപ്പോൾ അമ്മ ഇപ്പോൾ മെഷീനിൽ തൊടാതെ കുറേ ആയിട്ടുണ്ടാവും. അപ്പം ഇന്നിങ്ങനെ അടിച്ച് നോക്കാം, പാവാട അടിക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ പാവാട അടിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്ന കേട്ടോ. അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെങ്കിൽ അടിക്കാം നമുക്കെന്ന് പറഞ്ഞു അല്ലേ. പഠിച്ചിനാ നേരെ, സത്യം പറഞ്ഞോ. കൊളാക്കോ കൊല്ലും ഞാൻ എൻ്റെ 600 പേര്. അപ്പൊ ആവൂലേ? പഴയ കരവിരുതെല്ലാം പുറത്തിറക്കുന്നുണ്ട്. ഇതിൻ്റെ ഫൈനൽ എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് തന്നെ അറിയാം, അല്ലേ അമ്മമ്മേ?
അത് ആദ്യ കര അടിക്കുന്നതാ. ഓ ചെയ്ത് തൊഴിൽ ചെയ്യുമ്പോഴൊന്ന് പ്രാർത്ഥിക്കണമല്ലോ അല്ലേ? അത് മിഷ്യൻ തൊട്ട് തല വെക്കണം. അങ്ങനെ പറഞ്ഞു പൊടി ഉണ്ടോന്നാ ചോദിച്ചത്. ഞാൻ അല്ല അടിച്ചത് വാങ്ങണ്ട. കുഴപ്പമില്ല. ഈ കണ്ണാണ് തരില്ല അടിക്കാൻ ഞാൻ എന്നാ പറഞ്ഞു. അത് ഞാൻ ഇട്ടായിരുന്നു. ഇതിപ്പോ എന്തിന്റെ വീണെന്ന് മീറ്റ് നല്ല കാറ്റും ഉണ്ടല്ലേ. ഇനിയിപ്പം മിഷീൻ നോക്കിയിരുന്നിട്ട് എന്ത് കാര്യം? 1 മണിക്കൂറായി ഇപ്പൊ തന്നെ. ഇപ്പൊ കണ്ണട വെച്ചപ്പോ എല്ലാം ശരിയായി. അത് ഇടുന്നതാണോ? ഇടുന്നതാണോ? ഇങ്ങനെ ആക്കിയ നല്ല തണുപ്പുണ്ടാവും അല്ലേ വീട്ടില്? അടിയിലത്തേന് ബോബിയാ ബോബി ബോബൻ ബോബനല്ലേ ഗോപനമ്മരെ ബോബി ബോബിനെ ഇനി ബോബിനെ മോളിയാക്കണം. ബോബനെ വീഴുന്നുണ്ടോ? അടി വീഴുന്നുണ്ടോ? ഓർത്ത് ജെയിംസ് ബോണ്ട്. അതെ എന്താ അങ്ങനെ ഒരുപാട് സമയത്ത് ശ്രമത്തിന് ശേഷം ഈ ശ്രമങ്ങളൊക്കെ വിഫലമായി എന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ അടുത്തുള്ള അശോകനുണ്ട്, അശോകൻ തുന്നുന്നതാണ് കേട്ടോ. അപ്പോൾ ഓറെ വിളിച്ചിട്ട് മിഷീൻ ശരിയാക്കി. അത്ര തന്നെ. കോഴിയൊക്കെ നല്ലത് ഉണ്ടെങ്കിൽ അലമ്പായിരിക്കും മുറ്റത്തെല്ലാം. ഏയ് സെറ്റുവാട അടിക്കുന്നതിൻ്റെ പണിപ്പുരയിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ധാവണി എടുത്തിട്ട് അമ്മ അതെടുത്ത് താഴേക്ക് വെച്ചിങ്ങനെ അളവൊക്കെ നോക്കായിരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചു നീ വടക്കുന്നൊക്കെ മാർക്ക് ചെയ്യാം. കണ്ണാടിയൊക്കെ വെച്ചു. അമ്മേ നിങ്ങൾ അത്ര എക്സ്പേർട്ടൊന്നും അല്ലല്ലോ, നിങ്ങൾക്ക് അറിയുന്ന പോലെ അടിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. ട്രഡീഷണൽ രീതിയിലുള്ള ഡ്രസ്സാണെന്നല്ലേ ഉള്ളൂ. ട്രഡീഷണലായിട്ട് അടിക്കണമെന്ന് ഞാൻ ഇത്രയും പവർ ഗ്ലാസ് വെച്ചിട്ട് കണ്ണു കാണുന്നില്ല അമ്മയ്ക്ക്. അമ്മമ്മ പട്ടുപാടെ ഒരു കുളം ആക്കാൻ നിലത്തിട്ട് വലിച്ചിട്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എവിടെയെങ്കിലും അടിക്കാൻ കൊടുക്കാം. പ്രശ്നം കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ നേരെ ഉണ്ടായിനി. അല്ലെങ്കിൽ പട്ടുപാട നേരെ ഉണ്ടായിനല്ലേ. പിള്ളേരുണ്ടായതുകൊണ്ട് അടിക്കാൻ കഴിഞ്ഞിട്ടാ. അതുകൊണ്ടായിരിക്കും അല്ലേ. മക്കളുണ്ടെന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി അവരവരെ എല്ലാം ത്യജിക്കേണ്ട ആവശ്യമില്ല. അമ്മ എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ. നിങ്ങൾക്കെങ്ങനെ? മക്കൾക്ക് വേണ്ടി ചാവണം.
നിങ്ങളിവിടെ ഇങ്ങനെ അങ്ങനെ കുഞ്ഞിനെ വിടാൻ സൗകര്യം ഇല്ലല്ലോ. അപ്പം അതിനുവേണ്ടി ഇപ്പം നിങ്ങൾക്ക് മിറ്റം കെട്ടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എപ്പോഴും വരാതെ. ചിലപ്പോൾ ഞാൻ അമ്മൂന്ന് വിളിക്കും, ബിന്ദു അമ്മേന്ന് വിളിക്കും, അമ്മച്ചിന്ന് വിളിക്കും അല്ലേ. അത് ഓരോരോ സൈഡിലേക്ക് ഓരോരോ ഇതല്ലേ. അമ്മേ ശ്രീചേട്ടിക്ക് കൊടുത്താലും സാരമില്ല അമ്മേ, കയ്യിന്നിലാക്കി. ഈ ദുഃഖം എനിക്ക് മിഷ്യൻ ഉണ്ടായിട്ട് തുന്നിയിട്ട് പട്ടുപാട തയ്ക്കുന്ന ആരെയും കണ്ടിട്ടുണ്ടോ? ഇത്രയും സമയം മിഷ്യൻ്റെ കുഴപ്പമാന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞ് സൂചിയുടെ കുഴപ്പം. ലാസ്റ്റ് എല്ലാം അടിച്ചു കഴിഞ്ഞ് അമ്മ കിളി പോയിരുന്നു കുറച്ച് സമയം അവിടെ. അതല്ല ബോബൻ കേസ് എന്ന് പറഞ്ഞ എന്തെന്ന് ഞാൻ വിചാരിച്ചു ഇലിമേൽ റെഡിമെയ്ഡ് ഒന്നും എടുക്കുന്നായിരുന്നു തോന്നുന്നു. ആ പിന്നെ നിങ്ങൾ തിരിച്ചാക്കുന്നേ. ആ ഇപ്പൊ ബോബനും മോളിയും ആരുമില്ല, കേസും ഇല്ല, ഇപ്പൊ സൂചി നൂല് മാത്രമായി. ഇത് ഫസ്റ്റ് ട്രയൽ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇടാൻ വേണ്ടി, പിന്നെ അടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഇപ്പം നിങ്ങളിതിപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് വേറൊരു സ്ഥലത്ത് ഇത് അടിക്കാൻ കൊടുക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല. ഇത് അഭിമാന പ്രശ്നമായി എടുത്തേക്കോ അമ്മ. അങ്ങനെ നമ്മൾ വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മളൊരു ഐസ് വാങ്ങിച്ചു, ഗുൽഫി വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബായ്.